Bismillahirrahmanirrahim. Tabarakalladzi biyadil mulku wa huwal ala kulli shay'in ഖദീർ. അല്ലയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഫസ്റ്റിലായിട്ട് അവിടെ ചേർത്തുമ്പോൾ ഉള്ള ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഖുർആൻ നന്നായിട്ട് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ LKG കഴിഞ്ഞപ്പോൾ ഖുർആനിൽ വലിയ മെച്ചപ്പെടലൊന്നും കാണാതായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേനെ കൊണ്ടുവരണം, ഞാൻ അവിടെ ഇനി തുടർന്ന് പഠിക്കുന്നില്ല എന്ന് സുമീറ മാമിനോടും ആഷിഫ മാമിനോടും എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് അവർ കൂടുതലൊരു പ്രോത്സാഹനം തന്ന് അത് നിങ്ങൾ ഈ ഒരു വർഷമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, നമ്മൾ അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് വീണ്ടും ഞാൻ അവിടെ തന്നെ തുടരണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത്. അങ്ങനെ 2ാം വർഷം എത്തിയപ്പോൾ അക്ഷരങ്ങൾ ചെറുതായിട്ട് അവൾ മനസ്സിലാക്കാൻ തുടങ്ങി. മാഷാ അല്ലാഹ് 3ാം വർഷം എത്തിയപ്പോൾ ഖുർആൻ നല്ല രീതിയിൽ ഓതി ഒരു ഹത്തം അവൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിന് പഠിച്ചവനോട് ഈ ടൈമിൽ ശുക്ർ ചെയ്യുന്നു. ഇപ്പോൾ അവൾക്ക് 5 വയസ്സേ ആയിട്ടുള്ളൂ. ഈ 5 വയസ്സിലാണ് അവൾ ഈ ഒരു ഹത്തം മുഴുവനായിട്ട് കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ മതപഠനമായ കാര്യം മാത്രങ്ങളല്ല, ഭൗതികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ഓരോ ലെറ്റേഴ്സ് ഫണിറ്റിക്സ് വെച്ച് അവൾ കൂട്ടി വായിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. മലയാളം അവൾ പക്കയാണ്, മലയാളം നന്നായിട്ട് റീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അളിയന്മാരും നാത്തുമാരും എല്ലാവരും കൂടി കൂടുന്ന ടൈമിൽ ഇവിടെ ഒരു പത്രം എടുത്ത് കൊണ്ടുവരും. ആ പത്രത്തിൽ ഇവിടെ ഇരുന്ന് എല്ലാവർക്കും വായിച്ചു കൊടുക്കും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്, ഇവിടെ നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും മാഷാ അല്ലാഹ് അതുവരെ എത്തിയതിൽ ഞാൻ അഭിമാനിക്കും. അസ്സലാമു അലൈക്കും. ജുവലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇതാണ് അവളെ കാര്യത്തിൽ. അവളെ ആ സമയത്ത് ഓളെ സ്കൂൾക്ക് കൊണ്ടുപോയിരുന്ന സമയത്ത് തോളിലിട്ടുങ്ങാണ്ടിരുന്ന് ഉമ്മ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവർക്കും പറ്റാതെ ഇപ്പോൾ എന്തിനാണ് ഉമ്മാൻ്റെ പിന്നെ കോന്തല പിടിച്ച് നിൽക്കുന്ന ടൈമല്ലേ, ഉമ്മാൻ്റെ ചൂട് തട്ടി നിൽക്കുന്ന ടൈമല്ലേ, എന്തിനാ വെറുതെ സ്കൂൾക്ക് കൊണ്ടുപോകണം, എന്തിനാണ് വണ്ടി കൊണ്ടുപോയി കയറ്റി, അങ്ങനെയൊക്കെ പലരും പല അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായമൊക്കെ പറഞ്ഞതൊക്കെ ഞങ്ങളൊന്നും കാര്യമാക്കിയില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടി ഈ നിലമ എത്തിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം. അള്ളാഹു ഈ നിലമ എത്തിച്ചു തന്നത് ഞങ്ങൾക്ക് അതിനുള്ള റബ്ബിന് അള്ളാഹിനെ സ്തുതിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഞങ്ങൾക്കിപ്പോൾ ഒരിതില്ല. അവൾ മുന്നോട്ട് വിജയം ഇനിയും കിട്ടട്ടെ എന്നുള്ള മനസ്സേ ഉള്ളൂ ഞങ്ങൾക്ക്. അവൾ നന്നായി തീർന്ന് വിജയം കിട്ടട്ടെ എന്നുള്ള. അപ്പോൾ ആ കാര്യത്തിൽ അവളെ കാര്യത്തിൽ എല്ലാവരും പറഞ്ഞിരുന്നു, എന്തിനാ വെറുതെയെങ്കിലും ആ പൈതന്നെ കൊണ്ടുപോകണമായിരുന്നു അവളെ കൊണ്ടുപോയിരുന്നത്. ആ കാര്യത്തിൽ ഞങ്ങളെ ഉമ്മ വരെ പറഞ്ഞിരുന്നു. ആ കാര്യത്തിലൊക്കെ അവളെ പറ്റി. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും അതിൻ്റെ കാര്യമാക്കിയില്ല, ഇവളും കാര്യമാക്കിയില്ല. പിന്നെ ഓളമ്മാൻ്റെതും ഞങ്ങളെ ടീച്ചർമാരതുകൊണ്ട് അവൾ ഇന്നെല്ലാം എത്തിച്ചേർന്ന് അവൾക്ക് ഖുർആൻ ഖത്തമാക്കാനുള്ള കഴിവ് കിട്ടി. അതിന് വേറൊന്നും പറയാനില്ല എനിക്ക്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.